ഏവർക്കും വിസ്ഡം ലേണിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PYQ സെക്ഷനിൽ ഡെഫിനറ്റ് ഇൻ്റഗ്രൽ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് ഇന്ന് ചെയ്യുന്നത്. നമുക്ക് ചോദ്യം ഒന്ന് പരിശോധിക്കാം. ചോദ്യം എന്താണ്? നമുക്ക് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനുള്ളതാണ്. I എന്ന് വിളിക്കാം. I ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 sin cube x ഡിവൈഡഡ് ബൈ sin x പ്ലസ് ഇൻറ്റു ഡി എക്സ്. ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് എന്താണെന്ന് നോക്കാം. ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടി എന്നാൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് നമുക്ക് എഴുതാം. അതാണ് ഇൻ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ ഇതിനെ നമുക്ക് മറ്റൊരു ഐ എന്ന് വെച്ച് വിളിച്ചിട്ട് എന്ത് കിട്ടുക? അതേപോലെ 0 to π/2 സൈൻ ക്യൂബ് എക്സിന് പകരം എന്തെഴുതാം? സൈൻ ക്യൂബ് ഓഫ് പൈ. എ 0 ആണ്, ബി എന്താണ്? π/2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ താഴെ എന്താണ്? സൈൻ ഓഫ് π/2 മൈനസ് എക്സ് പ്ലസ് കോസ് ഓഫ് π/2 മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ സൈൻ π/2 മൈനസ് എക്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? കോസ് എക്സ് ആണ്. അപ്പോൾ 0 to π/2 സൈൻ ക്യൂബ് π/2 മൈനസ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ക്യൂബ് എക്സ് എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ സൈൻ π/2 മൈനസ് എക്സിനെ കോസ് എക്സ് എന്നും പ്ലസ് കോസ് π/2 മൈനസ് എക്സിനെ സൈൻ എക്സ് എന്നും എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു ഐ. അപ്പം നമുക്ക് 2i കിട്ടുമ്പോൾ കൂട്ടാൻ നമുക്ക് എന്ത് കിട്ടും? 2i ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ്? സൈൻ ക്യൂബ് ഇൻ്റഗ്രൽ സെയിം ആണ്, ഇൻ്റഗ്രൽ ലിമിറ്റ് സെയിം ആണ്. 0 to π/2 സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ്. ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഡിനോമിനേറ്റർ അതുപോലെ എഴുതാം, സൈൻ എക്സ് പ്ലസ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണ്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി എന്ന ഫോർമുല. ആ ഫോർമുല നമുക്കിവിടെ ന്യൂമറേറ്റർ അപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 0 to π/2 എ പ്ലസ് ബി എന്ന് വെച്ചാൽ എന്താണ്? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് കോസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ എന്ത് കിട്ടിപ്പോയി? സൈൻ എക്സും കോസ് എക്സും വെട്ടിപ്പോയി. ബാക്കി എന്നുള്ളത് ഇൻ്റഗ്രൽ 0 to π/2 ഇൻ്റഗ്രൽ 0 to π/2 സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് കോസ് എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 sin x cos x എന്ന് എഴുതിയിട്ട് 2 sin x cos x എന്ന് എഴുതിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇൻറ്റു ഡി എക്സ്. എന്തുകൊണ്ടാണ്? 2 sin x cos x പോലെ sin 2x എന്ന ഫോർമുല കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ വേറെ അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? ഇൻ്റഗ്രൽ 0 to π/2 സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എത്രയാണ്? 1 മൈനസ് 2 sin x cos x എങ്ങനെ എഴുതാം? sin 2x ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഡി എക്സ്. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി? ഇൻ്റഗ്രൽ 0 to π/2 1ൻ്റെ ഇൻ്റഗ്രൽ എത്രയാണ്? എക്സ് മൈനസ് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എത്രയാണ്? മൈനസ് കോസ് എക്സ്. അപ്പോൾ മൈനസും മൈനസും പ്ലസ് ആയി കോസ് 2x ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 2 ഉണ്ട്. സൈൻ 2xൻ്റെ ഡെറിവേറ്റീവിൽ ഒരു 2 ഇൻ്റഗ്രൽ 2 ഉണ്ട്. അപ്പോൾ എത്ര കിട്ടി? 1/4. എവിടെ മുതലാണ്? 0 to π/2 ഇവിടെ വേണ്ടല്ലോ, സോറി 0 to π/2. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സിന് π/2 കൊടുത്തു പ്ലസ് കോസ് 2 ഇൻറ്റു π/2 ഡിവൈഡഡ് ബൈ 4 മൈനസ്
ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ 0 പ്ലസ് cos 0 ഡിവൈഡഡ് ബൈ 4. ക്ലിയർ? അപ്പോൾ ഈ ടു ക്യാൻസൽ ചെയ്ത് പോവും. പൈ ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ ആൻസർ ഈസ് കമ്മിങ് പൈ ബൈ 2. കോസ് പൈ എത്രയാണ്? -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1/4. മൈനസ് 0 ആണല്ലോ, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആയി. cos 0 1 ആണ്, 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് 1/4 മൈനസ് 1/4 2/4 ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് 1/2. ഇതെന്താണ്? ദിസ് ഈസ് 2i ആണ്. നമുക്ക് ഐ ആണ് വേണ്ടുന്നത്, ഐ ഉണ്ട്. അപ്പോൾ എത്ര കിട്ടി? പൈ ബൈ 4 മൈനസ് 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ നോക്കാം. പൈ മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് കിട്ടും സി ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നന്ദി, നമസ്കാരം.